സോ ഹലോ ഗൈസ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതായത് ഇപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ ആദ്യം എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് മാസ് ഫംഗ്ഷന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതാണ് ഇത് ഈ 3 പോയിൻ്റായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് നിങ്ങൾ ഫിസിക്കലായിട്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോബബിലിറ്റിയുടെ ഫിസിക്കൽ മീനിങ് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. അതായത് ഇപ്പോൾ ഇന്ന് മഴ പെയ്യും എന്നുള്ള ചാൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് 70% അല്ലെങ്കിൽ 60% എന്നാൽ അങ്ങനെ ഒരു വാല്യൂ അല്ലേ നിങ്ങൾക്ക് പറയാൻ പറ്റൂ. അത് പെർസെൻറ്റേജ് നിങ്ങൾ ഡിവൈഡഡ് ബൈ 100 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് പ്രോബബിലിറ്റി വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ഒരു ഇവൻ്റ് ഒക്കർ ചെയ്യുന്ന ചാൻസിനെ നിങ്ങൾ ഒരിക്കലും -70% -60% എന്നൊരിക്കലും പറയത്തില്ല. ഓക്കെ, 0 to 100 വരെയുള്ള ഒരു പെർസെൻറ്റേജ് വാല്യൂസിൽ നിങ്ങൾ പറയും, അല്ലെങ്കിൽ 0 to 1 ഉള്ള ഒരു പ്രോബബിലിറ്റി വാല്യൂസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രോബബിലിറ്റി വാല്യൂസ് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, എപ്പോഴും ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ബിറ്റ്വീൻ 0 and 1. ഓക്കെ, അതേപോലെ നിങ്ങളുടെ റാൻഡം വേരിയബിൾസിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ സം എല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 കിട്ടണം. ഓക്കെ, ഇറ്റ് ഈസ് മസ്റ്റ്. എങ്കിൽ മാത്രമേ നിങ്ങൾ റാൻഡം വേരിയബിൾ പ്രോപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബബിലിറ്റിയിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ റാൻഡം വേരിയബിൾസിന് പ്രോബബിലിറ്റി അസൈൻ ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, സം 1 വന്നില്ലെങ്കിൽ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് പ്രോബബിലിറ്റി ഓഫ് xi, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ ഹെഡിൻ്റെ ഒരു ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ടേബിൾ ഒന്നുകൂടെ ഒന്ന് റീകൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ റാൻഡം വേരിയബിൾ എക്സ്, പ്രോബബിലിറ്റി ഓഫ് എക്സ്. ഓക്കെ, ഇവിടെ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് 0 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി, 1 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി, 2 ഹെഡ് വരാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് നമ്മുടെ റാൻഡം വേരിയബിൾ. ഓക്കെ, അതിന് നമ്മൾ നമ്പേഴ്സ് അസൈൻ ചെയ്യുമ്പോഴാണല്ലോ അതിന് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഈ നമ്പേഴ്സ് നമ്മൾ പ്രോബബിലിറ്റി അസൈൻ ചെയ്യുമ്പോഴാണ് ഇവിടെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താണ് പ്രോബബിലിറ്റീസ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം 1ന് 0 ഹെഡ് വരാനുള്ളതിന് 1/4 ആണ്. ഓക്കെ, 1 ഹെഡ് വരാനുള്ള 2 ചാൻസ് ഉണ്ട്. ആദ്യം ഒരു ഹെഡ് വരാം, പിന്നെ ഒരു ടെയിൽ വരാം. അതേപോലെ ആദ്യം ഒരു ടെയിൽ വരാം, പിന്നെ ഒരു ഹെഡ് വരാം. ഓക്കെ, 1/4 2 ഹെഡ് വരുന്ന ഒരു ചാൻസ് ഉള്ളത്. നമ്മൾ സാമ്പിൾ സ്പേസ് എന്തായിരുന്നു? സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 2 ഹെഡ് വരാം, ഹെഡ് ടെയിൽ വരാം, ടെയിൽ ഹെഡ് വരാം, ടെയിൽ വരാം. ഓക്കെ, ഇതാണ് 0 വരാനുള്ള ചാൻസ്. ഇത് 1, ഇത് 1. ഓക്കെ, ഇവിടെ ഇത് രണ്ടും കൂടെ ചേർത്ത്, അതായത് 1 ഹെഡ് വരാനുള്ള ചാൻസ് 2 out of 4 ആണ്. ഓക്കെ, ഇവിടെ ടോട്ടൽ 4 ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസിന് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ പോലെ PMF പോലെ PDF എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അത് നമുക്ക് ഒന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസിൻ്റെ ഡെഫിനേഷൻ. അതായത് ബേസിക്കലി ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നേരത്തെ PMFലാണെങ്കിൽ നിങ്ങൾ ഇത് റാൻഡം വേരിയബിൾ എക്സ് അല്ലെങ്കിൽ ഇത് PMF. ഓക്കെ, PMF ആകുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഓരോ പ്രോബബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ വാല്യൂസാണ്. ഓക്കെ, ഓരോ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസാണ്. പക്ഷേ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ്. ഓക്കെ, അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻസിൽ പറയുമ്പോൾ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു xi എന്ന് പറയുന്നത് എന്താണ്? അതേപോലെ 1, 2 അല്ലെങ്കിൽ ഇത് 0, 1, 2, 3 ഇങ്ങനെ നമ്മൾ വാല്യൂസ് എടുക്കുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 എന്ന് പറയുന്നതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. ഗ്രാഫിൽ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വാല്യൂ നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല.
ഓക്കെ, കാരണം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ആ ഒരു പോയിൻറ്റിന് അടിയിലുള്ള ഏരിയയാണ് നിങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്തെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോബബിലിറ്റി വാല്യൂസിന് അവിടെ ഒക്കർ ചെയ്യാനുള്ള ചാൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മളിവിടെ ഇങ്ങനെ ഒരൊറ്റ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂവിൻ്റെ അടിയിൽ ഈ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ലൈനിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10:0. അങ്ങനെയാണല്ലോ നമ്മൾ ഇൻ്റഗ്രേഷൻ എടുക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇത്രയും ഏരിയ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ്റെ കൺസെപ്റ്റ് വരുന്നത്? ആദ്യം നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് എടുക്കും അല്ലേ, എന്നിട്ട് അടുത്ത ചെറിയ സ്റ്റെപ്പ് എടുക്കും, എന്നിട്ട് അടുത്ത ചെറിയ സ്റ്റെപ്പ് എടുക്കും, അടുത്ത ചെറിയ സ്റ്റെപ്പ് എടുക്കും, എന്നിട്ട് ആ സ്ട്രിപ്പിൻ്റെ ഏരിയാസ് എല്ലാം കൂടെ സം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഏരിയ കിട്ടുന്നത്. ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10:0 ആണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഒരൊറ്റ പർട്ടിക്കുലർ വാല്യൂ എടുക്കുമ്പോൾ അതുകൊണ്ട് ഒബ്വിയസ്ലി അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കർവിൻ്റെ അടിയിലുള്ള ആ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം ഏരിയ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുകൊണ്ട് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറ്റ് എ പർട്ടിക്കുലർ പോയിൻറ്റ് ഇത് 0 ആയിരിക്കും. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ്. ഇത് ഗേറ്റിന് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഗേറ്റും ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻസിൽ കണ്ടതുപോലെ തന്നെ പ്രോബബിലിറ്റി എപ്പോഴും പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും, ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതേപോലെ നിങ്ങളുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസ് എല്ലാം കൂടെ നിങ്ങൾ സം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ടാണ് ഇൻ്റഗ്രേഷൻ ഇട്ട് ചെയ്യുന്നത്. ഓക്കെ, സം ചെയ്ത് കഴിഞ്ഞാൽ 1 വരണം. ഓക്കെ, അതേപോലെ ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് നമ്മൾ പ്രോബബിലിറ്റീസ് എപ്പോഴും കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് കണ്ടുപിടിക്കുന്നത്. അല്ലാത്ത ഒരു സിംഗിൾ പോയിൻറ്റിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, കാരണം എന്താണ് 0 ആണ്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ റേഞ്ചിലാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കേട്ടോ, പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുക പ്രോബബിലിറ്റി ഓഫ് A <x B ആണ്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിൽ f of x dx. ഓക്കെ, ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിന് A <x B എന്ന് പറയുന്നത് എയും ബിയും എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ സംഭവം പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസിന് ബാധകമല്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു പ്രോബ്ലത്തിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആ പ്രോബ്ലത്തിലേക്ക് തന്നെ പോകാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബബിലിറ്റി മാസ് ഫങ്ഷൻസ് പ്രോബബിലിറ്റി PMF എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് തന്നിരിക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് PMF ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഈസ് ഗിവൺ ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K. ഓക്കെ, ഇത് ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ PMFൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? സമ്മേഷൻ, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ, അതായത് സമ്മേഷൻ ഓഫ് P of x എന്ന് പറയുന്നത് എന്താണ്? 1 ആയിരിക്കും. ഓക്കെ, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തത് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ സം എടുത്തു കഴിഞ്ഞാൽ K + 2K + 3K + 4K എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ 10K എന്ന് പറയുന്നത് 1 ആയിരിക്കും. K = 1/10 അല്ലെങ്കിൽ 0.1. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് പ്രോബബിലിറ്റി ഓഫ് 1 < x < 3. ഇവിടെ നമ്മൾ ഇവിടെ ഈ 1 എന്ന് പറയുന്ന വാല്യൂ ഈ 1 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇക്വാളിറ്റി എങ്ങനെയാണ്? മാത്രമേ ഉള്ളൂ. പക്ഷേ 3 എന്ന് പറയുന്ന വാല്യൂവിന് ഇക്വാളിറ്റി ഉണ്ട്. ഓക്കെ, < or = 1. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോബബിലിറ്റിയുടെ ആ വാല്യൂസ് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ 0, 1, 2, 3. ഓക്കെ, ഇത് K ആണെന്ന് വയ്ക്കുക, 2K, ഓക്കെ, 3K, 4K ആണെന്ന് വയ്ക്കും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് 0 ആക്കിയ K, പ്രോബബിലിറ്റി ഓഫ് 1-ന് 2K, പ്രോബബിലിറ്റി ഓഫ് 2-ന് 3K, പ്രോബബിലിറ്റി 3ക്ക് ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ PMF ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ഗ്രാഫിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണല്ലോ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 < or x, അതായത് x എന്ന് പറയുന്ന വാല്യൂ > 1 ആണ്. ഓക്കെ, അപ്പോൾ x എന്ന് പറയുന്ന > 1 എന്ന് പറയുമ്പോൾ 1-ന് ശേഷം 1.5 ഉണ്ട്, 1.8 ഉണ്ട്, ഒരുപാട് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അതിനൊന്നും എന്താണ് പ്രോബബിലിറ്റി PMF മാർക്ക് ചെയ്തിട്ടില്ല ഇവിടെ.
ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും ഡിഫൈൻഡ് അല്ല, പ്രോബിലിറ്റീസ് ഡിഫൈൻഡ് അല്ല. ഇനി അടുത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന അവിടെയാണ് 2-ൽ മാത്രമാണ്. അപ്പോൾ 2 തൊട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വാല്യൂസ് എന്ന് പറയുന്നത് 2, 3 ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ 3-ഉം 2-ഉം 3-ഉം മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം പ്രോബബിലിറ്റി ഓഫ് 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 3. ഓക്കെ, ഇതെന്ന് പറയുന്നത് 3k + 4k. അപ്പോൾ കെയുടെ വാല്യൂ 1/10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7/10 എന്ന് പറഞ്ഞ് വാല്യൂ. ഓക്കെ, അപ്പം 0.7 ആണ് നിങ്ങളുടെ ആൻസർ. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് f(x) പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനാണ്. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് എഴുതുന്നില്ല. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. k × 1/1 + x². എക്സ് എന്ന് പറയുന്നത് -∞ അത് ഹോൾ റിയൽ നമ്പർ റേഞ്ച് എക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലും അല്ലെങ്കിൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിലും പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് = 1 വരണം. അപ്പോൾ -∞ to ∞ നമുക്ക് ഹോൾ റേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ റേഞ്ച് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. k × 1/1 + x². ഓക്കെ, dx = 1. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണ്, 1/1 + x² എന്ന് പറയുന്നത് ഇതിൻ്റെ -∞ to ∞ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ആണ്, tan ഇൻവേഴ്സ് x ആണ്. ഓക്കെ, k കോൺസ്റ്റൻ്റ് ഇല്ലേ, k / k × tan ഇൻവേഴ്സ് x -∞ to ∞. ഇതേപോലെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് നിങ്ങൾ പഠിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റും. മാത്സിൽ മാത്രമല്ല, നിങ്ങളുടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, അനലോഗ് കമ്മ്യൂണിക്കേഷനിൽ നിങ്ങളുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിലൊക്കെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഒരുപാട് ആവശ്യം വരുന്ന സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ ട്രിഗണോമെട്രിക് റിലേഷൻസ് മാക്സിമം ഓർത്ത് വയ്ക്കുക. ഓക്കെ, k × tan ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി -tan ഇൻവേഴ്സ് ഓഫ് -∞ വരും k × π/2. tan ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ π/2 -π/2. tan ഇൻവേഴ്സ് -∞ -π/2 -π/2. ഓക്കെ, അപ്പോൾ π × k = 1. ഇത് = 1 ഉണ്ട് കേട്ടോ, അതല്ല ഞാനിത് വിട്ടുപോയി. അപ്പോൾ ഇങ്ങനത്തെ മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ π × k = 1 എന്ന് പറഞ്ഞു തന്നപ്പോൾ k എന്ന് പറയുന്നത് 1/π. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സൊല്യൂഷൻസ് വരുന്നത്. ബേസിക്കലി ഈ പറഞ്ഞ 3 കൺസെപ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻസും പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻസും റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് CDF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ. ഈ CDF എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസിക്കലി നിങ്ങളുടെ പ്രോബിലിറ്റീസിൻ്റെ സമ്മാണ്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെ, അതായത് പ്രോബിലിറ്റീസിൻ്റെ സം എല്ലാം നിങ്ങളുടെ കംപ്ലീറ്റ് സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരണം, 1 വരണം അല്ലേ. പക്ഷേ CDF പറയുന്നത് നിങ്ങളൊരു പർട്ടിക്കുലർ വാല്യൂ വരെയുള്ള റാൻഡം വേരിയബിളിന് പർട്ടിക്കുലർ വാല്യൂ വരുന്നത് വരെയുള്ള വാല്യൂ പ്രോബിലിറ്റീസ് സം ചെയ്താൽ മാത്രം മതി. അതന്നെ CDF ഉണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്കൽ മീനിങ് അത്രേ ഉള്ളൂ. അതായത് f(x) = p(x) < x. ഓക്കെ, ഇത്രേ ഉള്ളൂ. അത് അപ് ടു x വരെയുള്ള പ്രോബിലിറ്റീസിൻ്റെ സമ്മ്, അതാണ് ഈ ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ, ഇതിന് വേറൊരു ഇത് കൂടെ ഉണ്ട്, പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് a (x) b എന്ന് പറയുന്നത് f(b) - f(a). ഓക്കെ, ഇതിൽ f(x) എന്ന് പറയുന്നത് എന്താണ്, CDF ആണ്. ഓക്കെ, ഇതിൻ്റെ ഫിസിക്കൽ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങൾ ആൾക്കാരുടെ ഹൈറ്റിൻ്റെ ഹൈറ്റിൻ്റെ ഒരു കണക്കെടുക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ ആവറേജ് ഹൈറ്റ് വരുന്നത് 170 സെൻറ്റിമീറ്റർ ആണെന്ന് വയ്ക്കുക. ഓക്കെ, നിങ്ങളുടെ 170 അല്ലെങ്കിൽ ഏജിൻ്റെ എല്ലാം ഹൈറ്റിൻ്റെ എല്ലാം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ 170 എന്ന് പറയുന്നതിൽ നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ, അതായത് ഈ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 170 എടുത്തിരിക്കുകയാണ്. അപ്പം അപ് ടു 170, അതായത് പ്രോബിലിറ്റി ഓഫ് x < 170 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 170 അതിന് താഴെയുള്ള ഹൈറ്റുകളുടെ
പ്രോബബിലിറ്റീസിൻ്റെ സം. ഓക്കെ, ആ പ്രോബബിലിറ്റീസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പോപ്പുലേഷൻ, അതായത് നിങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരുടെ ഹൈറ്റല്ലേ നിങ്ങളെടുത്ത്, ആ ഒരു പോപ്പുലേഷൻ്റെ ഹൈറ്റ് 170ക്ക് താഴെ എത്ര ശതമാനം ഉണ്ടാവും എന്നുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് നിങ്ങളുടെ മീൻ ആണെന്ന് വയ്ക്കുക, 100 ആവറേജ് വാല്യൂ 170 ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിന് താഴെ 170ക്ക് താഴെ എത്ര ശതമാനം ആൾക്കാരുണ്ട്? ഓക്കെ, 170 മീൻ ഹൈറ്റിന് താഴെ എത്ര ശതമാനം ആൾക്കാരുണ്ടെന്ന് ഉള്ള ഒരു ഫിസിക്കൽ മീനിങ് ആണ് ഈ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ തരുന്നത്. നമുക്കിനി ഒരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഗേറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എസ് ഇസഡ് ബി ദ എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾ വിത്ത് RV എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ ആണ് കേട്ടോ, വിത്ത് മീൻ, അതിൻ്റെ മീൻ 1 ആണ്, അതിൻ്റെ CDF തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവം എന്താണ്, ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ പ്രോബിലിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇസഡ് ഗ്രേറ്റർ ദാൻ 2 ആവുന്നതും ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ് ഗിവൺ ഇസഡ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, അതായത് പ്രോബിലിറ്റി ഓഫ് ബി അല്ലേ. അതുപോലെ നമുക്കിത് ഒന്ന് എഴുതാം, പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 2 ഇൻ്റർസെക്ഷൻ സെഡ് ഗ്രേറ്റർ ദാൻ 1 ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ സെഡ് ഗ്രേറ്റർ ദാൻ 1 സെഡ് ഗ്രേറ്റർ ദാൻ 2ൻ്റെയും കോമൺ സംഭവം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു ഇമാജിനേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് 0, ഇത് 1, ഇത് 2, ഇത് ഇസഡ് ആക്സസ് ആണെന്ന് വയ്ക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നതും ഇങ്ങോട്ടാണ്, സെഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിന് രണ്ടിന് കോമൺ എന്ന് പറയുന്നത് എന്താണ്? സെഡ് ഗ്രേറ്റർ ദാൻ 2 തന്നെയാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ അതിന് രണ്ടിന് കോമൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 2ന് അങ്ങോട്ട് അതിന് ശേഷമുള്ള വാല്യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സാധനത്തിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് എഴുതാം, പ്രോബിലിറ്റി ഓഫ് സെഡ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അപ്പോൾ സെഡ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത്, സെഡ് ഗ്രേറ്റർ ദാൻ 2 എന്ന് പറയുന്നത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാമല്ലോ. 2ന് ശേഷമുള്ള വാല്യൂസിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ 2ന് ശേഷം മുമ്പുള്ള വാല്യൂസിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ 2ന് ശേഷമുള്ള വാല്യൂസ് കിട്ടത്തില്ലേ? അതങ്ങനെയാണല്ലോ പ്രോബിലിറ്റിയുടെ കൺസെപ്റ്റ്. ടോട്ടലിൽ നമുക്ക് 1 വരണം അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് 1 മൈനസ് എഫ് ഓഫ് 2. ഓക്കെ, കണ്ടോ ഇവിടെ ഈ സെഡ് ലെസ് ദാൻ 2 അപ് ടു 2 വരെയുള്ള പ്രോബിലിറ്റീസിൻ്റെ സമ്മേഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി CDFൻ്റെ ഫോർമുല എഴുതിയാൽ മതിയല്ലോ, -1 മൈനസ് എഫ് ഓഫ് 1. എന്നിട്ട് നിങ്ങൾ CDF അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. CDF എന്താണ്? 1 മൈനസ് ഇ പവർ മൈനസ് എക്സ്, 1 മൈനസ് ഇ പവർ മൈനസ് സെഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇ പവർ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് 1/e എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ CDFൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ തോന്നുന്നു. ബേസിക്കലി അപ് ടു, അതായത് നമ്മൾ CDF ഇങ്ങനെ വരും, സ്റ്റെപ്പായിട്ട് വരും. CDF എപ്പോഴും എന്ത് ചെയ്യും? സമ്മ ചെയ്ത് കൂടിയേ വരത്തുള്ളൂ. ഓക്കെ, അതിന് ഒരു പർട്ടിക്കുലർ വാല്യൂ വരെയുള്ള പ്രോബബിലിറ്റീസിൻ്റെ സമ്മിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ മാത്രമാണ് CDF. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ സെഡ് ലെസ് ദാൻ 2 എന്ന് പറയുമ്പോൾ അപ് ടു സെഡ് 2 വരെയുള്ള പ്രോബബിലിറ്റീസ് നമ്മളെ കയ്യിലുണ്ടല്ലോ. ആ കയ്യിലുള്ള സാധനത്തിൻ്റെ പേരാണ് CDF. അപ് ടു 2 വരെയുള്ള, അല്ലെങ്കിൽ അപ് ടു ഒരു പർട്ടിക്കുലർ റേഞ്ച് വരെയുള്ള പ്രോബബിലിറ്റീസിൻ്റെ സമ്മ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളത് കിട്ടും. ഓക്കെ, നിങ്ങളതൊന്ന് ആലോചിച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈറ്റിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ച് ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ 170 ഹൈറ്റിൻ്റെ 1 മൈനസ് CDF ഓഫ് 170, അതായത് 170 വരെയുള്ള ഹൈറ്റിൻ്റെ പ്രോബബിലിറ്റീസിൻ്റെ സമ്മിൻ്റെ 1 മൈനസ് എടുത്തു കഴിഞ്ഞാൽ 170ക്ക് ശേഷമുള്ള ഹൈറ്റ് കിട്ടും. അതായത് 170ക്ക് മുകളിലുള്ള ഹൈറ്റിലുള്ളവരുടെ പ്രോബബിലിറ്റീസിൻ്റെ സമ്മ് കിട്ടും. ഓക്കെ, അതായത് അവരുടെ പെർസെൻറ്റേജ് കിട്ടും, എത്ര ശതമാനം ആൾക്കാർ 170യേക്കാളും ഹൈറ്റുള്ളവർ ഉണ്ട് എന്നുള്ള ഒരു പ്രോബബിലിറ്റി കിട്ടും. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ. ഓക്കെ, ഇതിന് ഫോർമുലാസ് ഉണ്ട്. E of x എന്ന് പറയുന്നത്
ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, ഇത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ഞാൻ ഡി വി എന്നാണ് എഴുതുന്നത് കേട്ടോ. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഫോർ കണ്ടിന്യൂസ് റാൻഡം തിയറി, കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഇനി അതേപോലെ ഇ ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് എക്സ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളാണ്. അതേപോലെ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്തായിരിക്കും, എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇ ആർ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. അപ്പോൾ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിന് സെക്കൻഡ് മൊമെൻ്റ് എന്നും പറയും. ഓക്കെ, അതേപോലെ ഇ ഓഫ് എക്സ് പവർ ആർ എന്ന് പറയുന്നത് ആർത്ത് മൊമെൻറ്റ് ഓഫ് എക്സ്. ഓക്കെ എന്ന് പറയും. ഓക്കെ, ഇതിനാണ് മൊമെൻറ്റ്, അതായത് സെക്കൻഡ് മൊമെൻ്റാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇ ഓഫ് ജി ഓഫ് എക്സ്, ഇതിനകത്ത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ് വരുന്നതെങ്കിൽ സമ്മേഷൻ ഓഫ് ജി ഓഫ് എക്സ് പി ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. ഓക്കെ, വേർ ജി ഓഫ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അല്ലെങ്കിൽ എക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് റാൻഡം വേരിയബിളിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, റാൻഡം വേരിയബിളിനെ ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അത് കണ്ടിന്യൂസ് വേരിയബിളിൻ്റെ കോൺസെപ്റ്റ്സാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് റിസൾട്ട്സ് ഉണ്ട്, അതുകൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ കൺസെപ്റ്റിലേക്ക് പോകാം. അതായത് മീൻ ഓഫ് എക്സ്, അതായത് എക്സിൻ്റെ ആവറേജ് മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ്. ഓക്കെ, മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ്, അതായത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ് അതിൻ്റെ മീൻ എന്ന് പറയുന്നത്. അതേപോലെ വേരിയൻസ് ഈക്വൽ ടു ഇ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ ഫോർമുല പഠിക്കാം, അല്ലെങ്കിൽ ഈ ഫോർമുല സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു ഫോർമുല വരുന്നത്. ഓക്കെ, ഇതാണ് വേരിയൻസ് എന്ന് പറയുന്നത്. അതേപോലെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ കോൺസ്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു സി. ഓക്കെ, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എ കോൺസ്റ്റൻറ്റ്, എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസിൽ കണ്ടു മീനാണെന്ന് കണ്ടു, അതായത് ആവറേജ് വാല്യൂ ആണെന്ന് കണ്ടു. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സ്കൂളിൽ ഒരു ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻറ്റും ഔട്ട് ഓഫ് 50 35 മാർക്സ് മേടിക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഈ 35 മാർക്സ് എല്ലാ സ്റ്റുഡൻസ് മേടിച്ചതിൻ്റെ അർത്ഥം എന്താണ്, ഇവരുടെ ആവറേജ് എടുത്താലും 35 വരത്തുള്ളൂ. ഓക്കെ, അതായത് ഈ സ്റ്റുഡൻസിനെല്ലാം ഒരു കോൺസ്റ്റൻറ്റ് മാർക്കുണ്ട്. ഓക്കെ, കോൺസ്റ്റൻറ്റിൻ്റെ ആവറേജ് എന്താണ്, കോൺസ്റ്റൻറ്റ് തന്നെയാണ്. ഓക്കെ, 35 50 സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ 35 × 50/50. ഓക്കെ, 50 ക്യാൻസൽ ആയി, പിന്നെ വീണ്ടും 35 കിട്ടി, എല്ലാവർക്കും 35 മാർക്കായിട്ട് കിട്ടിയിരുന്നു. അപ്പം കോൺസ്റ്റൻറ്റ്, എല്ലാവർക്കും കോൺസ്റ്റൻറ്റ് വാല്യൂ ഉണ്ട്, ആ വാല്യൂ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആ എക്സ്പെക്റ്റഡ് വാല്യൂ ആയിട്ട് കിട്ടും. അതേപോലെ വേരിയൻസ്, ഈ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് കേട്ടോ. വേരിയൻസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, 0. കാരണം വേരിയൻസിൻ്റെ മീനിങ് എന്താണ്, ആവറേജ് വാല്യൂയിൽ നിന്ന് അല്ലെങ്കിൽ മീനിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഓരോ ആൾക്കാരുടെയും അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെയും മാർക്ക് എത്ര ഡീവിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, ആ വാല്യൂവിനല്ലേ നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്ക്വയറിനല്ലേ നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, എല്ലാവർക്കും 35 ആണ് കിട്ടിയത്, ആരും മീനിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കാരണം മീനിൻ്റെ എല്ലാവർക്കും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് കിട്ടിയത് കൊണ്ട് തന്നെ എന്താണ്, മീനിൽ നിന്ന് എല്ലാവർക്കും ആവറേജ് വാല്യൂ അത് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മീനിൽ നിന്ന് ആരും മാറി നിൽക്കുന്നില്ല, അപ്പം വ്യത്യാസം എന്താണ്, 0. ഓക്കെ, പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, സ്ക്വയറിങ് എടുക്കുന്നതുകൊണ്ട് തന്നെ ആൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ നോട്ട് ഈക്വൽ ടു ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ജനറലി ഈ സാധനം ഈക്വൽ ആകത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ വേറെ കുറച്ച് റിസൾട്ട്സ് ഉണ്ട്. ഇ ഓഫ് AX1 + BX2 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വെളി വരുമല്ലോ, കാരണം നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് കണ്ട് ഇ ഓഫ് സി എന്ന് പറയുന്നത് സി തന്നെ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇത് ഡിറൈവ് ചെയ്ത് വരുന്നത് കേട്ടോ, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ, സിമ്പിളാണ്. X1ഉം X2 ഇൻഡിപെൻഡൻ്റ്, അതായത് തമ്മിൽ ബന്ധമില്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ
വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2. ഓക്കെ, ഇനി അതുപോലെ ഇ ഓഫ് എ എക്സ് പ്ലസ് ബി. ഓക്കെ, ഇതെന്ന് എ ഇൻറ്റു ഇ ഓഫ് എക്സ്. നേരത്തെ നമ്മൾ ഇ ഓഫ് എ എക്സ് വൺ പ്ലസ് ബി ഈ ഒരു പ്രോപ്പർട്ടി കണ്ടില്ലേ, ഈ ഒരു പ്രോപ്പർട്ടി അതുപോലെ തന്നെയാണ് ഇത്. അതേപോലെ വേരിയൻസ് ഓഫ്, ഞാൻ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം, ഓർമ്മ ഇരിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, വേരിയൻസ് ഓഫ് എക്സ്. നമുക്കൊരു ചെറിയൊരു പ്രോബ്ലം കൂടെ നോക്കാം. അതായത് ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ തന്നിട്ടുണ്ട്, അതിൻ്റെ PDF തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ PDF എന്ന് പറഞ്ഞാൽ 2x ഫോർ 0-ക്ക് 1-ൻ്റെ ഇടയിൽ അതിൻ്റെ വാല്യൂ 2x ആണ്. ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ വാല്യൂ 2x ആണ്, ബാക്കി എല്ലായിടത്തും 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വേരിയൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മീൻ വേണം, അല്ലെങ്കിൽ കാരണം വെച്ചാൽ എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് PDF വെച്ചിട്ട് നമുക്ക് വേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തായാലും മീൻ വേണം. കാരണം നമ്മുടെ മീനിൻ്റെ ഫോർമുല എന്താണ്, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് നമ്മുടെ വേരിയൻസിൻ്റെ ഫോർമുല. ഓക്കെ, ഇതാണ് നമ്മുടെ മീനിൻ്റെ ഫോർമുല. ഓക്കെ, മീൻ കണ്ടുപിടിക്കണമെങ്കിൽ, കാരണം ഇവിടെ മീനിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെ മീൻ ഇ ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇ ഓഫ് എക്സ് നമ്മൾ എന്താണ്, ഇതാണ് നമ്മുടെ ഇ ഓഫ് എക്സ് അല്ലേ, ഇതാണ് നമ്മുടെ ഇ ഓഫ് എക്സ്. അപ്പോൾ ഇ ഓഫ് എക്സ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴോട്ട് പോയിട്ട് നമുക്ക് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ മീൻ എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ് 0 to 1 2x² dx എന്ന് പറഞ്ഞാൽ 2x³ /3. ഓക്കെ, 0 to 1 ഈക്വൽ ടു 2/3. അപ്പോൾ മീൻ കിട്ടി. ഇനി ഇ ഓഫ് x² വേണം. ഓക്കെ, 0 to 1, കാരണം 0 to 1 ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ 2x. ഇ ഓഫ് x² എന്ന് പറഞ്ഞാൽ x² ഇൻറ്റു എഫ് ഓഫ് എക്സ് അല്ലേ, x² ഇൻറ്റു 2x x² ഇൻറ്റു 2x dx എന്ന് പറയുന്നത് 0 to 1 2x³ dx equal 2 into x power 4 divided by 4. 0 to 1 2 40 പോകും. അപ്പോൾ x power 4 1/2 into 0 to 1 is equal to 1/2. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ ഓഫ് x² മൈനസ് μ² അല്ലേ, 1/2 മൈനസ് 4/9. μ² ആണ് എടുത്തത്. അപ്പോൾ മ്യൂ എത്ര കിട്ടിയാൽ മതി, 2/3 അല്ലേ, സ്ക്വയർ എടുത്തപ്പോൾ 4/9 ഇസ് ഈക്വൽ ടു 9 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8 ഇതിൽ 1/80. ഓക്കെ, ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പോയിൻ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ വേരിയൻസും മീനും ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ മാസ് ഫംഗ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, മുമ്പ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ വേരിയൻസിൻ്റെയും മീനിൻ്റെയും വേറൊരു ഫോർമുല നമ്മൾ കണ്ടു അല്ലേ, അതായത് വേരിയൻസിൻ്റെ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ, സമ്മേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ബൈ എൻ എന്ന് പറഞ്ഞ ഫോർമുല കണ്ടു. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, അവിടെ നമ്മൾ ആക്ച്വൽ വാല്യൂസ്, അതായത് എക്സിൻ്റെ ഇൻപുട്ട് വാല്യൂസാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോ ഇൻപുട്ട് വാല്യൂസും എക്സ് എന്ന് പറയുന്ന വാല്യൂസും സാമ്പിൾ വാല്യൂസും നമ്മൾ കൊടുത്തിട്ടാണ് ആ ഒരു വേരിയൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ വാല്യൂ, അതായത് ടോട്ടൽ സാമ്പിൾസിൻ്റെ വാല്യൂസ് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ വേരിയൻസ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്രോബബിലിറ്റി വാല്യൂസ് ഉപയോഗിച്ചിട്ടാണ് മീനും വേരിയൻസും ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ രണ്ട് ഫോർമുലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ആയാലും AI പ്രോഗ്രാംസ് ആയാലും അവർ ഈ ഓരോ ഇൻപുട്ടും ഡാറ്റ വാല്യൂസിനെയും പ്രതീക്ഷിച്ചിരിക്കത്തില്ല. ഓക്കെ, അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ അൽഗോരിതംസ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ ഡാറ്റയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കും. ബേസിക്കലി അൽഗോരിതംസ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ ഫോർമുലാസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മീനും വേരിയൻസും അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഡാറ്റ സാമ്പിൾസിൻ്റെ ആവശ്യം തന്നെ ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്സ് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. താങ്ക് യു.